അവരൊക്കെ ഇവിടെ പോയി? അവരെല്ലാവരും കൂടി പീറ്ററിന്റെ കല്യാണത്തിന് പോയിരിക്കുക. അച്ഛാ അച്ഛാ നമുക്ക് പോവാം. നീ വാ, നമുക്ക് പോവാം. ആഹാ, അമ്മയും മോളും കൂടി എന്നെ ഇട്ടിച്ചങ്ങ് പോയല്ലേ? നിന്നോട് എന്നോട് ചോദിച്ചത്? ആ കോലത്തിൽ കിടക്ക് നാളെയും കാത്ത് രാത്രിയിൽ എത്ര നേരം ഞാൻ കുഞ്ഞിനെ വെച്ചോണ്ടിരിക്കുക. എടി, നീ വന്ന് തർക്കുത്തരം പറഞ്ഞു തുടങ്ങി അല്ലേടി? എന്താടി നിനക്ക് ഇത്ര അഹങ്കാരം? അല്ല, എനിക്ക് അറിയാൻ വയ്യാണ്ട് ചോദിക്കുക. നീ നിന്റെ അമ്മയുടെ കൂട്ടാ എന്നെ ഇട്ടിട്ടങ്ങ് പോയല്ലോ. എന്നിട്ട് അത് എന്തിനാണെന്ന് ഞാൻ ചോദിച്ചപ്പം അവള് തർക്കുത്തരം പറഞ്ഞ് ജയിക്കാൻ നോക്കുന്നു. ശാവാം മോളെ. എന്താടാ നിനക്കെന്താ കാര്യം? പടാ. നിങ്ങൾ തമ്മിൽ എന്ത് വെള്ളമായിക്കോ? അതിനിടെ മേഘമോളെ വെറുതെ വിട്ടു. അവളെ എന്ത് ചെയ്യണോന്ന് എനിക്കറിയാം. പോണോ അങ്ങോട്ട്? അയ്യോ അയ്യോ, വേണ്ട, അവനെ വിടാൻ പപ്പനെ ചെയ്യരുത്. പപ്പ എവിടേക്കാ നീ പോന്നെ? പപ്പ ഇതിങ്ങനെ തുടർന്നാൽ അത് ശരിയാവില്ല. വേറെ എന്തും ഞാൻ സഹിക്കും. പക്ഷെ മേഘമുള്ള സങ്കടം അധികം വൈകാതെ ഇതിന് ഞാനൊരു തീരുമാനം ഉണ്ടാക്കും. മീര എൻ്റെ കൂടെ ഉണ്ടാവണം. चिकना है, तेरी बॉडी भी मस्त है, तेरी बीवी के तो मजे हैं। ए सुन, तू शादीशुदा होके भी मेरे पास क्यों आता है? अरे क्या हुआ? छोड़ो मुझे। छोड़ दो। ഹലോ, ഇത് ഞാനാ. മോളെയും റെഡിയാക്കി ഒരുങ്ങിയിരുന്നു. നാളെ നേരം വെളുക്കും മുമ്പ് നമ്മൾ ഇവിടുന്ന് പോകും. എതിർക്കാനായിട്ട് ഒരുത്തനും വരില്ല.
അത് നിന്റെ ചേട്ടത്തിയാണ്. നീ അവിടെ നിർത്ത്. दत्ता और जय जैसे ऑफिसर्स ने उस ऑपरेशन को कामयाब बनाया था। दत्ता अब सीबीआई का आदमी है और जयंत एटीएस में। ठीक है, एक नया स्क्वाड, नए ऑफिसर्स, एक नया ऑपरेशन। क्यों? सर, इस तरह की स्ट्रीट किलिंग्स का तरीका मुझे इम्पॉसिबल सर। कैन यू इंक्लूड मिस्टर अजय इन दिस स्क्वाड सर? देखते हैं, सीएम साहब तो कल स्क्वाड अनाउंस कर ही रहे हैं। ഇന്ന് സെർവന്റ് വരാത്തതുകൊണ്ട് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. ഓ, അതൊന്നും സാരമില്ല മാം. मेनन, आई एम हियरिंग दिस एक्सक्यूज एवरी डे। സ്വാമി, വണ്ടിയിടാ. ये लोग मुंबई में कंस्ट्रक्शन और रेस्टोरेंट जैसे जायज कारोबारों की आड़ में छुपकर अंडरवर्ल्ड के लिए काम करते हैं। मुंबई पुलिस के इस वेटरन को उन्हीं के घर में मारकर ये लोग शायद ये बताना चाहते हैं कि उन्हें किसी का डर नहीं। इस स्पेशल एनकाउंटर स्क्वाड के बारे में मुख्यमंत्री और मुंबई पुलिस के अलावा किसी को पता नहीं था। आखिर डीसीपी वर्के के हत्यारों तक ये खबर पहुंचाई किसने? मुख्यमंत्री ने इसी बात की जांच करने के लिए एक स्पेशल इंक्वायरी कमीशन बिठाई है। कमिश्नर देखा? सुधाकर भोसले का तुम कहना लोग है ने कि देखा? मुंबई पुलिस राजन, इस हत्याकांड का तू जवाब सही जरूर बोलता था देगी। रे। मुंबई के अंडरवर्ल्ड ने एक तरह से मुंबई पुलिस को एक खुली चुनौती दी है। इस ताकत की नुमाइश से प्रकाश भाई, एनकाउंटर स्क्वाड को नीचा आपको दिखाना मालूम चाहते था? हैं। आपको ओम मालूम साहब, था? आपके इस बारे में क्या ये विचार कौन है? किया? कौन ओम किया? साहब, आप लाइन पे हैं? हाँ? तू लगता है हमारे तू? कॉरेस्पॉन्डेंट के साथ हमारा लिंक टूट अंडे गया से है। अभी तक फूटा नहीं? हम आपको मुंबई पुलिस ACP को किसी न ठोक किसी डाला। अधिकारी से कनेक्ट करने की लगातार कोशिश तू कर रहे गया हैं। रे, गया लगता तू। है इस समय इस बारे में बात करने के लिए कोई राजी नहीं है। इस खबर के बारे में आगे जानने के लिए हमारे साथ बने रहिए। हम फिर हाजिर होते हैं एक शॉर्ट ब्रेक के बाद। सो स्टे ट्यून्ड। അപ്പോൾ ഞാനാണ് ശ്രീധരമേനോൻ. സർ, വാർക്കെ സാറിൻ്റെ കാര്യം അറിഞ്ഞു കാണുമല്ലോ. നിനക്കറിയാവുന്ന ആരെങ്കിലുമാണ് ഇത് ചെയ്തതെങ്കിൽ അതാരായാലും ശരി തന്നെ, അവർ നാളത്തെ പ്രഭാതം കാണില്ല. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തീരുമാനമാണ്. हम अभी आपको हॉस्पिटल की एक्सक्लूसिव लाइव विजुअल्स दिखा रहे हैं। भाई, जानकारी है कि दुबई से जो ऑफर आया था यहाँ पे थोड़ी वो? देर ഭായ്, കാശിന് വേണ്ടി തന്നെയാണ് ഞാനത് ചെയ്തത്. എനിക്കിതൊക്കെ അവസാനിപ്പിച്ച് ജീവിക്കണം ഭായ്. അതിന് കാശ് വേണം. ഉള്ള കാലം മുഴുവൻ ഇങ്ങനെ ജീവിക്കാനൊന്നും എനിക്ക് പറ്റില്ല. ഏതാടാ പെണ്ണ്? പ്രേമായിരിക്കും അല്ലേ? കൊള്ളാം. ഞാനും ഒരിക്കൽ ഇങ്ങനെ ഒരു അവസ്ഥ ഫേസ് ചെയ്തിട്ടുണ്ട്. അവൾ തന്നെയാണ് എൻ്റെ കൂടെ ഉള്ളത്, എൻ്റെ ഉണ്ണിയുടെ അമ്മയായിട്ട്. അപ്പോൾ എന്നെ പോലെയുള്ളവർ പെട്ടുകിടക്കുന്ന ഈ ലോകം
ഒരു ചിലന്തി വല പോലെയാ. അത് പൊട്ടിച്ച് രക്ഷപ്പെട്ടുവെന്ന് ഇരകളായ നമ്മൾ കരുതും. പക്ഷെ നമ്മുടെ കൈകളോ കാലോ ആ വലയുടെ ഏതെങ്കിലും ഒരു കോണിൽ കുരുങ്ങി കിടപ്പുണ്ടാവും, ഒട്ടും രക്ഷപ്പെടാനാവാതെ. നീ ആ വലയ്ക്കുള്ളിലേക്ക് മുഴുവനായി കടന്നിട്ടില്ല. അതുകൊണ്ട് നിനക്ക് രക്ഷപ്പെടാൻ വിഷമമുണ്ടാവില്ല.